ജീവിതം വാക്കുകളിലൂടെ അല്ല പ്രവൃത്തികളിലൂടെയാണ് നിർവചിക്കുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങളും തിരഞ്ഞെടുപ്പുകളും പ്രവൃത്തികളും ആണ് ഏതൊരു വാക്കുകളെക്കാളും ശക്തമായി നമ്മുടെ വ്യക്തിപരമായ വളർച്ചയും ജീവിതവഴികളും രൂപപ്പെടുത്തുന്നത്. ആക്ഷൻ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ വിവരിക്കുന്നു. എ ഫോർ അവെയർനെസ്, അവബോധം, നമ്മളെയും നമ്മുടെ പരിസരത്തെയും മനസ്സിലാക്കുക. സി ഫോർ കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത, നമ്മുടെ ലക്ഷ്യങ്ങളോടും മൂല്യങ്ങളോടും സമർപ്പിക്കുക. ടി ഫോർ ടെനാസിറ്റി, ദൃഢത, വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോകുക. ഐ ഫോർ ഇൻഡക്ഷൻ, ഉദ്ദേശ്യം, ലക്ഷ്യബോധത്തോടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. ഒ ഫോർ ഓർഗനൈസേഷൻ, സംഘടിത ശക്തി, ബന്ധങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക. എൻ ഫോർ നൂറിഷ്മെന്റ്, പോഷണം, മൊത്തത്തിലുള്ള ക്ഷേമം നിലനിർത്തുക. പ്രവൃത്തികൾ മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരന്തരം വിലയിരുത്തുക. അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തുക. പഠനം സ്വീകരിക്കുക. മാറ്റത്തിന് അനുസൃതമായി മാറുക. സ്ഥിരമായ ചെറിയ പ്രവൃത്തികൾ, സമൂഹത്തിലെ പങ്കാളിത്തം, മാതൃകയായി നേതൃത്വം നൽകൽ എന്നിവയിൽ നിന്നാണ് വിജയം ഉടലെടുക്കുന്നത്. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും കാരണമാകുന്നു. നന്ദി. വിശ്വാസം മനുഷ്യാനുഭവത്തിന്റെ അടിസ്ഥാനശിലയാണ്. നമ്മുടെ ധാരണകളെയും മൂല്യങ്ങളെയും പ്രവർത്തനങ്ങളെയും ആഴത്തിൽ രൂപപ്പെടുത്തുന്നു. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം അത്യാവശ്യമാണ്. വിശ്വാസങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ അദൃശ്യ വാസ്തുശില്പികളായി പ്രവർത്തിക്കുന്നു. നമ്മുടെ വ്യാഖ്യാനങ്ങളെയും തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും നയിക്കുന്നു. അവ വ്യക്തിപരമായ വ്യക്തിത്വത്തിന്റെയും കൂട്ടായ അനുഭവത്തിന്റെയും അടിത്തറ രൂപപ്പെടുത്തുകയും ലോകവുമായുള്ള നമ്മുടെ ഇടപെടലുകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ബിലീവ് ഫ്രെയിംവർക്ക്. ബി ഫോർ ബ്രേവറി, ധൈര്യം, സ്വന്തം മൂല്യങ്ങൾക്കായി നിലകൊള്ളാനും റിസ്ക് എടുക്കാനുമുള്ള ധൈര്യം. ഇ ഫോർ എമ്പതി, സഹാനുഭൂതി, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവ്. എൽ ഫോർ ലവ്, സ്നേഹം, നമ്മളോടും മറ്റുള്ളവരോടുമുള്ള കരുണയും ദയയും പ്രകടിപ്പിക്കുക. ഐ ഫോർ ഇന്റന്റ്, ഉദ്ദേശ്യം, ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനവും വ്യക്തമായ പ്രചോദനവും. ഇ ഫോർ എനർജി, ഊർജം, സ്വപ്നങ്ങൾ സജീവമായി പിന്തുടരാനുള്ള ആവേശവും ചൈതന്യവും. വി ഫോർ വിഷൻ, കാഴ്ചപ്പാട്, ഭാവി ലക്ഷ്യങ്ങളുടെ വ്യക്തതയും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനുള്ള ശേഷിയും. ഇ ഫോർ എംപവർമെന്റ്, ശാക്തീകരണം, സ്വയം ഉയർത്താനും മറ്റുള്ളവരെ ഉയർത്താനുമുള്ള കഴിവ്. പരസ്പര വളർച്ച പ്രോത്സാഹിപ്പിക്കുക. ഭയങ്ങളെ നേരിടുന്നതിലൂടെയും സഹാനുഭൂതിയോടെ കേൾക്കുന്നതിലൂടെയും സ്നേഹം സത്യസന്ധമായി പ്രകടിപ്പിക്കുന്നതിലൂടെയും വ്യക്തമായ ഉദ്ദേശ്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും ഊർജം ബോധപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെയും ലക്ഷ്യങ്ങൾ സങ്കല്പിക്കുന്നതിലൂടെയും പുരോഗതി ആഘോഷിക്കുന്നതിലൂടെയും നാം വിശ്വാസങ്ങളെ അർത്ഥപൂർണമായ പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നു. ഈ പരിവർത്തനം വ്യക്തിപരമായ അനുഭവങ്ങളെ സമ്പന്നമാക്കുകയും സമൂഹങ്ങളിലെ നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ വളർച്ചയുടെയും ബന്ധത്തിന്റെയും ഒരു വലിയ പ്രഭാവം സൃഷ്ടിക്കുന്നു. നന്ദി. കമ്മ്യൂണിക്കേഷൻ എന്നത് വ്യക്തികൾ തമ്മിലുള്ള വാക്കാലും വാക്കല്ലാതെയുമുള്ള വിവരങ്ങൾ, ആശയങ്ങൾ, വികാരങ്ങൾ എന്നിവയുടെ കൈമാറ്റമാണ്. സംസാരം, ശരീരഭാഷ, മുഖഭാവങ്ങൾ എന്നിവയിലൂടെ സന്ദേശങ്ങൾ ഫലപ്രദമായി കൈമാറുന്ന ഈ അത്യാവശ്യ പ്രക്രിയ അർത്ഥവത്തായ ബന്ധങ്ങൾ, വിജയകരമായ പ്രശ്നപരിഹാരം, ലക്ഷ്യപ്രാപ്തി എന്നിവയുടെ അടിത്തറയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിന്റെ ചട്ടക്കൂട്. സി ഫോർ ക്ലാരിറ്റി, വ്യക്തത, വ്യക്തമായും എളുപ്പം മനസ്സിലാകുന്ന രീതിയിലും സന്ദേശങ്ങൾ നൽകുക. ഒ ഫോർ ഓപ്പണസ്, തുറന്ന മനസ്സ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ആശയങ്ങളും സ്വാഗതം ചെയ്യുക. എം ഫോർ മൈൻഡ്ഫുൾനെസ്, ശ്രദ്ധ, കേൾക്കുന്നതിൽ ശ്രദ്ധയോടെയും താൽപ്പര്യത്തോടെയും ഇരിക്കുക. എം ഫോർ മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം, മറ്റുള്ളവരുടെ അന്തസ് മാനിക്കുക. യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ്, ധാരണ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എൻ ഫോർ നൺ വെർബൽ ക്ലൂസ്, വാക്കല്ലാത്ത സൂചനകൾ, ഉചിതമായ ശരീരഭാഷ ഉപയോഗിക്കുക. ഐ ഫോർ ഇന്റൻഷനാലിറ്റി, ഉദ്ദേശ്യപൂർവ്വത, വാക്കുകളും സമയവും ലക്ഷ്യബോധത്തോടെ തിരഞ്ഞെടുക്കുക. സി ഫോർ കമ്പാഷൻ, സഹാനുഭൂതി, മറ്റുള്ളവരോട് സഹാനുഭൂതിയും ധാരണയും പ്രകടിപ്പിക്കുക. എ ഫോർ അഡാപ്റ്റബിലിറ്റി, അനുകൂലനം, സാഹചര്യത്തിനും സദസ്സിനും അനുസരിച്ച് ശൈലി മാറ്റുക. ടി ഫോർ ട്രാൻസ്പെറൻസി, സുതാര്യത, സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുക. ഐ ഫോർ ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം, സംഭാഷണങ്ങളിൽ സജീവമായി പങ്കെടുക്കുക. ഒ ഫോർ ഒബ്സർവേഷൻ, നിരീക്ഷണം, സൂക്ഷ്മമായ സൂചനകളും സന്ദർഭവും ശ്രദ്ധിക്കുക. എൻ ഫോർ നർച്ചർ, പരിപോഷണം, സംവാദത്തിലൂടെ നല്ല ബന്ധങ്ങൾ ശക്തമാക്കുക. ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ 3 പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സജീവമായി കേൾക്കുന്ന കഴിവുകൾ, ബോധപൂർവമായ ശരീരഭാഷ, ചിന്തിച്ചുള്ള വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്. മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ക്രമമായി പ്രതികരണം തേടുകയും വൈകാരിക ബുദ്ധി വികസിപ്പിക്കുകയും ചെയ്യുക. ആശയവിനിമയത്തിലെ പ്രാവീണ്യം നേടുന്നത് ക്ഷമയും നിരന്തര പരിശീലനവും ആവശ്യമുള്ള തുടർച്ചയായ വളർച്ചയുടെ യാത്രയാണെന്ന് ഓർക്കുക. നന്ദി.
ഡിസപ്ലിൻ എന്നത് സ്വയം നിയന്ത്രണത്തിന്റെ പരിശീലനമാണ്. താത്കാലിക സന്തോഷങ്ങളെക്കാൾ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും സമർപ്പണം, ബോധപൂർവമായ പ്രവർത്തനങ്ങൾ, സ്ഥിരത, തുടർച്ചയായ പഠനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നു. ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളിലൂടെയും സന്തുലിതമായ ദിനചര്യകളിലൂടെയും വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. അച്ചടക്കത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ: D4 ഡെഡിക്കേറ്റഡ്, സമർപ്പിതം, സ്വന്തം പാതയിൽ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാകുക. I4 ഇന്റൻഷണൽ, ആത്മാർത്ഥമായി, സ്വോദ്ദേശ്യമല്ലാത്ത തീരുമാനങ്ങൾ ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. S4 സെൽഫ് അവെയർ, സ്വയം അവബോധം, വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ സ്വന്തം ശക്തികളും ദൗർബല്യങ്ങളും തിരിച്ചറിയുക. C4 കൺസിസ്റ്റന്റ്, സ്ഥിരത, വെല്ലുവിളികൾ നേരിടുമ്പോഴും സ്ഥിരമായി മുന്നേറുക. E4 ഇന്നോവേറ്റീവ്, നവീനത, തടസ്സങ്ങൾക്കായി പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുകയും തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക. P4 പേഷ്യന്റ്, ക്ഷമ, പ്രക്രിയയിൽ വിശ്വസിക്കുകയും ഷോർട്ട്കട്ടുകൾക്ക് പകരം യാത്രയ്ക്ക് മൂല്യം നൽകുകയും ചെയ്യുക. L4 ലേൽഡ്, പഠിച്ചത്, തുടർച്ചയായി അറിവും കഴിവുകളും നേടുക. I4 ഇൻപിയർഡ്, പ്രചോദനം, വ്യക്തിപരമായ ആവേശങ്ങളിൽ നിന്നും ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്നും പ്രചോദനം കണ്ടെത്തുക. N4 നെച്ചുറൽ, പരിപോഷിപ്പിക്കുക, വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കുമായി ഒരു സഹായക അന്തരീക്ഷം സൃഷ്ടിക്കുക. E4 എംപവർഡ്, ശാക്തീകരിക്കപ്പെട്ടത്, സ്വന്തം പ്രവർത്തനങ്ങളുടെയും ഫലങ്ങളുടെയും ഉടമസ്ഥത ഏറ്റെടുത്ത് സ്വയം വിശ്വസിക്കുക. വ്യക്തിപരമായും സാമൂഹികമായും അച്ചടക്കം വർദ്ധിപ്പിക്കാൻ ആളുകൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും പ്രാവർത്തികമാക്കാവുന്ന പദ്ധതികൾ സൃഷ്ടിക്കുകയും മനഃസാന്നിധ്യം പരിശീലിക്കുകയും ചെയ്യണം. സാമൂഹിക തലത്തിൽ വിദ്യാഭ്യാസത്തിലൂടെയും മാർഗനിർദ്ദേശത്തിലൂടെയും സഹായക അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൂട്ടായ അച്ചടക്കവും ഉത്തരവാദിത്വവും പ്രചോദിപ്പിക്കുകയും കൂടുതൽ അച്ചടക്കമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. നന്ദി. ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമായ വ്യായാമം, ശാരീരിക ക്ഷമത, മാനസിക ആരോഗ്യം, പൊതുവായ ക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുന്ന ശാരീരിക പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ ഇരിപ്പ് ജീവിതശൈലിയിൽ ഇതിന്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ചിരിക്കുന്നു. പേശികൾ, നാഡികൾ, ചലനക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്ന യോഗാപരിശീലനം പോലെയുള്ള നല്ല ആരോഗ്യത്തിനായുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എക്സൈസ് എന്ന വാക്കിന്റെ ചട്ടക്കൂട്: E4 എനർജൈസ്, ഊർജ്ജസ്വലമാക്കുക, ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കാൻ പുഷ്ടി വർദ്ധിപ്പിക്കുക. X4 എക്സപെൻഡ്, വികസിപ്പിക്കുക, സ്ട്രെച്ചിങ്ങിലൂടെ വഴക്കവും ചലനക്ഷമതയും വർദ്ധിപ്പിക്കുക. E4 എലിവേറ്റ്, ഉയർത്തുക, ഹൃദയാരോഗ്യത്തിനായി യോഗാ വ്യായാമങ്ങൾ ചെയ്യുക. R4 റെജിനറേറ്റ്, പുനരുജ്ജീവിപ്പിക്കുക, ശരിയായ വിശ്രമവും വൈകാരിക ബുദ്ധിയിലൂടെയും ഊർജിതമാകുക. C4 കോൺസെൻട്രേറ്റ്, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പരിക്കുകൾ ഒഴിവാക്കാൻ ശരിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. I4 ഇൻറ്റൻസിഫൈ, തീവ്രമാക്കുക, വ്യായാമത്തിന്റെ തീവ്രത ക്രമേണ വർദ്ധിപ്പിക്കുക. S4 സ്റ്റേക്ടേൺ, ശക്തിപ്പെടുത്തുക, അയവ് ട്രെയിനിങ്ങിലൂടെ പേശികൾ വളർത്തുക. E4 എൻജോയ്, ആസ്വദിക്കുക, ദീർഘകാല പ്രതിബദ്ധതയ്ക്കായി ആകർഷകമായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് ജീവിതം ആസ്വദിക്കുക. വ്യായാമ ശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തിപരവും സാമൂഹികവുമായ ശ്രമങ്ങൾ ആവശ്യമാണ്. യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക, ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക, ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ മാർഗനിർദ്ദേശം തേടുക എന്നിവയിലൂടെ വ്യക്തികൾക്ക് പ്രയോജനം ലഭിക്കും. പ്രാപ്യമായ സൗകര്യങ്ങൾ നൽകി തൊഴിലിട ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കി സമൂഹത്തിന് മുന്നോട്ടുള്ള യാത്രയെ പിന്തുണയ്ക്കാൻ കഴിയും. ഈ സമഗ്രമായ സമീപനം വ്യായാമത്തെ സ്വാഭാവികമായി ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നു, മെച്ചപ്പെട്ട ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി. ഫോക്കസ് എന്നത് ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കി നിർദ്ദിഷ്ട ജോലികളിൽ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ആഴത്തിൽ പ്രവൃത്തികളിൽ ഏർപ്പെടാനും കേന്ദ്രീകരിക്കാനുമുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവാണ്. ഇത് ഫലപ്രദമായ പഠനത്തിന്റെയും നേട്ടത്തിന്റെയും അടിസ്ഥാനമാണ്. ഫോക്കസ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. F4 ഫിക്സേറ്റ്, വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, തടസ്സങ്ങൾ ഒഴിവാക്കുക. O4 ഓർഗനൈസ്, മനസ്സും ശരീരവും ശുദ്ധമാക്കുക, ഷെഡ്യൂളുകൾ സൃഷ്ടിക്കുക. C4 കമ്മിറ്റ്, സ്വയം സമർപ്പിക്കുക, സമയപരിധി നിശ്ചയിക്കുക. U4 യൂണിഫൈ, അടിസ്ഥാന മൂല്യങ്ങളോടും ലക്ഷ്യങ്ങളോടും ജോലികൾ യോജിപ്പിക്കുക. S4 സിംപ്ലിഫൈ, ജോലികളെ കൈകാര്യം ചെയ്യാവുന്ന ഘട്ടങ്ങളായി വിഭജിക്കുക. ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധ മെച്ചപ്പെടുത്താൻ സജീവമായി കേൾക്കുക, പുറം ശല്യങ്ങൾ കുറയ്ക്കുക, ബോധപൂർവമായ സാന്നിധ്യം നിലനിർത്തുക, നമ്മുടെ കേന്ദ്രീകരണ കഴിവുകൾ ശക്തിപ്പെടുത്തുന്ന സ്ഥിരമായ ശീലങ്ങൾ വളർത്തുക. മികച്ച പ്രകടനത്തിനായി യോഗ, മൈൻഡ്ഫുൾനെസ് വ്യായാമം ചെയ്യുക. നന്ദി. ഇന്ത്യൻ തത്വശാസ്ത്രത്തിൽ ഗുണാസ് എന്നത് മനുഷ്യ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും രൂപപ്പെടുത്തുന്ന 3 ഗുണങ്ങളാണ്: സത്വം, ശുദ്ധിയും ജ്ഞാനവും; രജസ്, ആവേശവും തീവ്രപ്രവർത്തനവും; തമസ്, മാന്ദ്യവും അജ്ഞതയും. ഈ ഗുണങ്ങൾ നിരന്തരം പരസ്പരം സംവദിക്കുന്നു. സത്വഗുണത്തിലൂടെ വ്യക്തതയും ആന്തരിക സമാധാനവും കൈവരിക്കാൻ കഴിയും.
ഗുണാസ് എന്ന വാക്കിന്റെ വിശദീകരണം ജി ഫോർ ഗുഡ്നസ്, ഗുണം, സദാചാര മൂല്യങ്ങളും ശുദ്ധിയും നേടാനുള്ള പരിശ്രമം, യു ഫോർ യൂണിറ്റി, ഐക്യത, സ്വയത്തിന്റെയും മറ്റുള്ളവരുടെയും വ്യത്യസ്ത വശങ്ങളെ സമന്വയിപ്പിക്കൽ, എൻ ഫോർ നേച്ചുറൽ അവയർനെസ്, നൈസർഗിക അവബോധം, നമ്മുടെ സഹജ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ്. എ ഫോർ ആസ്പിരേഷൻ, ആകാംക്ഷ, ഉന്നത ജ്ഞാനത്തിനും വിവേകത്തിനുമുള്ള അഭിലാഷം. എസ് ഫോർ സെറിനിറ്റി, സമാധാനം, ജീവിതത്തിൽ പ്രസന്നതയും സമനിലയും നിലനിർത്തൽ. ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ജീവിതം, യോഗ, സന്തുലിതമായ ജീവിതരീതി എന്നിവയിലൂടെ സത്വഗുണം വർദ്ധിപ്പിക്കുക. രജസ് ഗുണത്തെ ഉദ്ദേശ്യപൂർവ്വം ഉപയോഗിക്കുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി തമസ് ഗുണം കുറയ്ക്കുക. ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിനും സഹായിക്കും. നന്ദി. ആരോഗ്യം എന്നത് ശാരീരിക, മാനസിക, സാമൂഹിക തലങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ ക്ഷേമാവസ്ഥയാണ്. രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഇത്. ഊർജ്ജസ്വലത, അവബോധം, നല്ല ശീലങ്ങൾ, വൈകാരിക സന്തുലനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽത്ത് എന്ന വാക്കിനെ അതിന്റെ ഓരോ അക്ഷരത്തിലൂടെ മനസ്സിലാക്കാം. എച്ച് ഫോർ ഹൈജീൻ, ശുചിത്വം, രോഗങ്ങൾ തടയാൻ വൃത്തി പാലിക്കുക. ഇ ഫോർ എനർജൈസ്, ഊർജ്ജസ്വലത, സൂര്യപ്രകാശം, ശ്വസനം, പോഷകാഹാരം, വ്യായാമം, വിശ്രമം എന്നിവയിലൂടെ ഊർജം നിലനിർത്തുക. എ ഫോർ അവയർനെസ്, അവബോധം, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ്, ജാഗ്രത, സ്വയം നിരീക്ഷണം. എൽ ഫോർ ലൈഫ് സ്റ്റൈൽ, ജീവിതരീതി, ആരോഗ്യകരമായ ശീലങ്ങൾ, വെള്ളം കുടിക്കൽ, നല്ല ദിനചര്യകൾ സ്വീകരിക്കുക. ടി ഫോർ ട്രസ്റ്റ്, വിശ്വാസം, ആത്മവിശ്വാസം വളർത്തുകയും നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുക. എച്ച് ഫോർ ഹാപ്പിനെസ്, സന്തോഷം, ആനന്ദം, സംതൃപ്തി, മാനസിക സമാധാനം എന്നിവ വളർത്തിയെടുക്കുക. സന്തുലിതമായ ഭക്ഷണം, ക്രമമായ വ്യായാമം, മതിയായ വിശ്രമം, ബോധപൂർവമായ പരിശീലനങ്ങൾ, പ്രതിരോധ ആരോഗ്യ പരിപാലനം എന്നിവയിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ശീലങ്ങൾ വ്യക്തിപരവും സാമൂഹികവുമായ ആരോഗ്യം ശക്തിപ്പെടുത്തി കൂടുതൽ ശക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. നന്ദി. ഇൻസൈറ്റ് എന്നത് സങ്കീർണമായ ആശയങ്ങൾ, സാഹചര്യങ്ങൾ, മനുഷ്യാനുഭവങ്ങൾ എന്നിവയെ ബൗദ്ധിക ധാരണയും വൈകാരിക അവബോധവും സംയോജിപ്പിച്ച് മനസ്സിലാക്കാനുള്ള അഗാധമായ കഴിവാണ്. ഈ ശേഷി സൂക്ഷ്മമായ മാതൃകകളും ബന്ധങ്ങളും തിരിച്ചറിയാൻ നമ്മെ പ്രാപ്തരാക്കുന്നു, കൂടാതെ കൂടുതൽ ഫലപ്രദമായ തീരുമാനമെടുക്കലിലേക്കും പക്വതയും ജീവിത സങ്കീർണതകളുടെ ആഴത്തിലുള്ള മനസ്സിലാക്കലിലേക്കും നയിക്കുന്നു. ഇൻസൈറ്റ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ഐ ഫോർ ഇന്റലിജൻസ്, വിശകലനാത്മകവും നിരൂപണാത്മകവുമായ ചിന്ത. എൻ ഫോർ നിംബൽനെസ്, പുതിയ കാഴ്ചപ്പാടുകളോടുള്ള അനുകൂല ശേഷി. എസ് ഫോർ സെൻസിറ്റിവിറ്റി, വൈകാരിക അവബോധവും സഹാനുഭൂതിയും. ഐ ഫോർ ഇൻറ്റ്യൂഷൻ, അന്തർജ്ഞാനം കൊണ്ടറിയുക. ജി ഫോർ ജെനുനിയസ്, സത്യസന്ധമായ ഇടപെടൽ. എച്ച് ഫോർ ഹോളിസ്റ്റിക് തിങ്കിങ്, പരസ്പരബന്ധങ്ങളുടെ സമഗ്രമായ മനസ്സിലാക്കൽ. ടി ഫോർ തോട്ട്ഫുൾനെസ്, പ്രവർത്തനത്തിനു മുമ്പുള്ള ശ്രദ്ധാപൂർവമായ ചിന്ത, ശക്തമായ ഉൾക്കാഴ്ച വികസിപ്പിക്കുന്നതിന്. നാം തുടർച്ചയായ പഠനം, സജീവമായി കേൾക്കൽ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കൽ എന്നിവയോട് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. പുതിയ അനുഭവങ്ങളോടും ആശയങ്ങളോടുമുള്ള തുറന്ന മനസ്സോടെയുള്ള നിരന്തര സ്വയം വിശകലനം വെല്ലുവിളികളോട് വിവേകപൂർവ്വം പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. ഈ അഭ്യാസം നമ്മുടെ വ്യക്തിപരമായ വളർച്ചയെ സമ്പന്നമാക്കുന്നതിനൊപ്പം ആഴത്തിലുള്ള മനസ്സിലാക്കലിലൂടെയും കൂടുതൽ വിവരമുള്ള പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ സമൂഹങ്ങൾക്ക് അർത്ഥവത്തായ സംഭാവനകൾ നൽകുന്നു. നന്ദി. ജോയിൻ എന്നത് കൂട്ടിയോജിപ്പിക്കാനും ഒരു സംവിധാനത്തിന്റെ ഭാഗമാകാനും മറ്റുള്ളവരുമായി അർത്ഥപൂർണമായ ബന്ധം സ്ഥാപിക്കാനുമുള്ള അടിസ്ഥാന മാനുഷിക ആവശ്യമാണ്. ഇത് ശാരീരിക സമീപത്വത്തിലുള്ള ബന്ധത്തിന് പുറത്താണ്. ഭാവനാത്മകമായ ബന്ധങ്ങൾ, പങ്കിട്ട അനുഭവങ്ങൾ, ആഴത്തിലുള്ള മനോഭാവപരമായ ധാരണ എന്നിവയെ ഉൾക്കൊള്ളുന്നു. ശരീരത്തിൽ സെല്ലുകൾ, അവയവങ്ങൾ, സംവിധാനങ്ങൾ തമ്മിൽ സഹകരിക്കുന്നതുപോലെ വ്യക്തികളും സമൂഹങ്ങളും പരസ്പര വികസനത്തിനായി ബന്ധപ്പെടുന്നു. ജോയിൻ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ജെ ഫോർ ജേണി, യാത്ര, പങ്കിട്ട അനുഭവങ്ങളും വ്യത്യസ്തതയും മനസ്സിലാക്കൽ. ഒ ഫോർ ഓപ്പണസ്, തുറന്നിരിക്കൽ, പുതിയ ആശയങ്ങളും വീക്ഷണങ്ങളും സ്വീകരിക്കാൻ ഒരുക്കമായിരിക്കുക. ഐ ഫോർ ഇൻറ്റിമസി, ആത്മനിർവഹണം, വിശ്വാസത്തിനും സഹാനുഭൂതിക്കും അടിസ്ഥാനമായ ആഴത്തിലുള്ള ബന്ധങ്ങൾ. എൻ ഫോർ നുറിഷ്മെന്റ്, പോഷണം, ബന്ധങ്ങളെ സജീവമായി സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ട കഴിവ്. നമ്മുടെ പങ്കാളിത്തശേഷി വർദ്ധിപ്പിക്കാൻ സജീവമായ കേൾക്കൽ, സ്വയം സത്യസന്ധതയോടെ പങ്കിടൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കൽ, വൈവിധ്യമാർന്ന ബന്ധങ്ങളിലൂടെ സഹാനുഭൂതി വളർത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോയിൻ എന്നത് ഒരു കലയും കഴിവുമാണ്. അതിന് ക്ഷമയും ധൈര്യവും വേണ്ടിവരും. നന്ദി. അറിവ് എന്നത് വിവരങ്ങൾ, കഴിവുകൾ, അനുഭവങ്ങൾ എന്നിവയുടെ സമന്വയമാണ്. ഇത് വ്യക്തികളെ ഫലപ്രദമായി മനസ്സിലാക്കാനും തരംതിരിക്കാനും പ്രാപ്തരാക്കുന്നു. അറിവ് പുറത്തുനിന്ന് വരുന്നതും ബോധം ഉള്ളിൽ നിന്ന് വരുന്നതുമാണ്. എയുടെ കാലഘട്ടത്തിൽ മനുഷ്യബോധം അസംസ്കൃത വിവരങ്ങളെ അർത്ഥവത്തായ കാഴ്ചപ്പാടുകളാക്കി മാറ്റുന്നു.
മികച്ച തീരുമാനമെടുക്കാനും വ്യക്തിഗത വികസനത്തിനും സഹായിക്കുന്നു. നോളേജ് എന്നതിൻ്റെ ചട്ടക്കൂട്. K4 നൊയിഞ്ഞ് അറിയുക, മനസ്സിലാക്കാനുള്ള അടിസ്ഥാന കഴിവ്. N4 നേവിഗേറ്റ് വെല്ലുവിളികൾ നേരിടുക, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവരങ്ങൾ ഉപയോഗിക്കുക. O4 ഓപ്പണസ് സ്വീകാര്യത, പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിക്കുക. W4 വിഷ്ടം വിവേകം, അറിവ് അർത്ഥവത്തായി പ്രയോഗിക്കുക. L4 ലേണിംഗ് പഠനം, തുടർച്ചയായ വളർച്ചയുടെ പ്രക്രിയ. E4 എക്സ്പീരിയൻസ് അനുഭവം, വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ സംയോജിപ്പിക്കുക. D4 ഡെപ്ത് ആഴം, ഉപരിതല വസ്തുതകൾക്കപ്പുറം കൂടുതൽ ആഴത്തിലുള്ള ധാരണ തേടുക. G4 ഗ്രോത്ത് വളർച്ച, തുടർച്ചയായ സ്വയം മെച്ചപ്പെടുത്തലും വികസനവും. അറിവ് വർദ്ധിപ്പിക്കുന്നതിന് നിരൂപണാത്മക ചിന്ത നിലനിർത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന പഠന രീതികളിൽ ഏർപ്പെടുക. പരമ്പരാഗത വിദ്യാഭ്യാസവും ആധുനിക ഉപകരണങ്ങളും സംയോജിപ്പിക്കുക. അറിവ് പങ്കുവയ്ക്കുന്ന സമൂഹങ്ങളിൽ പങ്കെടുക്കുക. യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ കാഴ്ചപ്പാടുകൾ പ്രയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വെറും വിവരങ്ങൾ ശേഖരിക്കുന്നതിനു പകരം സന്ദർഭോചിതമായ ധാരണ വികസിപ്പിക്കുന്നതിലൂടെയാണ് വിജയം കൈവരിക്കുന്നത്. നന്ദി. ലൈഫ് ലൈൻ എന്നത് സമ്പൂർണവും സന്തുഷ്ടവുമായ ജീവിതത്തിനും പ്രതിരോധശേഷിക്കും ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര സങ്കല്പമാണ്. ഇത് വെറും നിലനിൽപ്പിനപ്പുറം വ്യക്തിപരമായ വളർച്ച, അർത്ഥവത്തായ ബന്ധങ്ങൾ, കൂടാതെ ജീവിതത്തിലെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും നേരിടാനുള്ള കഴിവ് എന്നിവയെ ഊന്നിപ്പറയുന്നു. ലൈഫ് ലൈനിന്റെ ഘടന. L4 ലേണിംഗ് പഠനം, ജീവിതകാലം മുഴുവനുള്ള അറിവിന്റെ അന്വേഷണവും പുതിയ ആശയങ്ങളെ സ്വീകരിക്കലും. I4 ഇൻസിഡിയസ് സൂക്ഷ്മത, അപകടങ്ങൾ തിരിച്ചറിയുകയും അവയോട് പ്രതികരിക്കുകയും ചെയ്യുക. F4 ഫ്ലെക്സിബിലിറ്റി വിധേയത്വം, മാറ്റങ്ങളോട് പൊരുത്തപ്പെടുകയും പുതിയ അവസരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുക. E4 എംപവർമെന്റ് ശാക്തീകരണം, ജീവിതത്തിന്റെയും തിരഞ്ഞെടുപ്പുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുക. L4 ലവ് സ്നേഹം, അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തുകയും സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്യുക. I4 ഇന്നോവേഷൻ നവീകരണം, പ്രശ്നപരിഹാരത്തിനും അനുകൂലനത്തിനുമുള്ള സർഗാത്മക സമീപനം. N4 നെറ്റ്വർക്ക്സ് ശൃംഖലകൾ, ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. E4 എൻഡുറൻസ് സഹനശക്തി, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൃഢനിശ്ചയവും പരിശ്രമവും, നമ്മുടെ ലൈഫ് ലൈൻ മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതിനും. തുടർച്ചയായ പഠനം, അർത്ഥവത്തായ ബന്ധങ്ങൾ വളർത്തൽ, സ്വയം പരിചരണം എന്നിവയ്ക്ക് മുൻഗണന നൽകുക. വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ തേടുകയും നമ്മുടെ വാസന തിരിച്ചറിയുകയും സഹാനുഭൂതിയും കരുണയും പ്രകടിപ്പിക്കുകയും സമൂഹത്തിൽ സജീവമായി പങ്കാളിയാവുകയും ചെയ്യുക. ലൈഫ് ലൈനിന്റെ തത്വങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് നമുക്ക് സംതൃപ്തവും സ്വാധീനമുള്ളതുമായ ജീവിതത്തിന് ശക്തമായ അടിത്തറ പണിയാൻ കഴിയും. നന്ദി. മനുഷ്യ മാനേജ്മെന്റ് എന്നത് ജീവിതത്തെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു സമഗ്ര സമീപനമാണ്. ഇത് ശാരീരിക, മാനസിക, വൈകാരിക, ഊർജ്ജ, സമയ നിയന്ത്രണം എന്നിവയെ ഉൾക്കൊള്ളുന്നു. മാനേജ്മെന്റ് എന്ന വാക്കിന്റെ ഘടന. M4 മൈൻഡ്ഫുൾനെസ്, ഈ നിമിഷത്തിൽ അവബോധത്തോടെയും സാന്നിധ്യത്തോടെയും ഇരിക്കുക. A4 അഡാപ്റ്റബിലിറ്റി, പുതിയ സാഹചര്യങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും പൊരുത്തപ്പെടുക. N4 നാവിഗേഷൻ, ജീവിതത്തിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുക. F4 അക്കൗണ്ടബിലിറ്റി, പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. G4 ഗോൾ സെറ്റിംഗ്, വ്യക്തവും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക. E4 എഫിഷ്യൻസി, കുറഞ്ഞ നഷ്ടത്തോടെ ഉൽപാദനക്ഷമത പരമാവധി ആക്കുക. M4 മോട്ടിവേഷൻ, പ്രചോദനവും ആവേശവും നിലനിർത്തുക. E4 എനർജി മാനേജ്മെന്റ്, ശാരീരികവും മാനസികവുമായ ഊർജ്ജ നിലകൾ സന്തുലിതമാക്കുക. N4 നെറ്റ്വർക്കിംഗ്, പിന്തുണയുള്ള ബന്ധങ്ങൾ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുക. T4 ടൈം മാനേജ്മെന്റ്, കാര്യങ്ങൾക്ക് മുൻഗണന നൽകി സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക. ഈ വശങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കാനും ശക്തമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും കഴിയും. അവബോധം, പൊരുത്തപ്പെടൽ, ലക്ഷ്യനിർണ്ണയം, കാര്യക്ഷമത, സമയപരിപാലനം, വൈകാരിക ബുദ്ധി എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ വ്യക്തികൾക്ക് സന്തുലിതവും സംതൃപ്തവുമായ ജീവിതം സൃഷ്ടിക്കാൻ കഴിയും. നന്ദി. നേച്ചുറൽ എന്നത് നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സങ്കല്പമാണ്. ഇതിൽ ആവാസവ്യവസ്ഥകളും മനുഷ്യബന്ധങ്ങളും ഉൾപ്പെടുന്നു. നമ്മുടെ പരിസ്ഥിതിയുമായും ജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും പരസ്പരബന്ധിതമായ യോജിപ്പും അടുപ്പവും നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം ഇത് ഊന്നിപ്പറയുന്നു. നേച്ചുറൽ എന്നതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ നിർവചിച്ചിരിക്കുന്നു. N4 നെക്സസ്, ജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും പരസ്പരബന്ധിതമായ ചട്ടക്കൂടിനെ പ്രതിനിധീകരിക്കുന്നു. A4 അഡാപ്റ്റേഷൻ, വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ വളരാനും വികസിക്കാനുമുള്ള നമ്മുടെ അത്ഭുതകരമായ കഴിവിനെ എടുത്തുകാട്ടുന്നു. T4 ടൈം, ജീവിതത്തിന്റെയും പ്രകൃതി പ്രക്രിയകളുടെയും സമയക്രമ സ്വഭാവത്തെ പ്രതീകവൽക്കരിക്കുന്നു.
U4 യൂണിറ്റി എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഏകതയെ ഊന്നിപ്പറയുന്നു. R4 റിലേഷൻഷിപ്പ് നമ്മുടെ നിലനിൽപ്പിനെ സമ്പന്നമാക്കുന്ന പ്രധാന ബന്ധങ്ങളെ പ്രതിനിധീകരിക്കുന്നു. A4 അബുഡൻസ് ഉത്തരവാദിത്തപൂർണമായ കാര്യസ്ഥതയിലൂടെ ലഭ്യമായ വിഭവങ്ങളുടെ സമൃദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നു. L4 ലൈഫ് ലേസൻസ് പ്രകൃതി പ്രക്രിയകളെ നിരീക്ഷിച്ചും ബഹുമാനിച്ചും നേടുന്ന ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്. നമുക്ക് ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, മനസ്സാന്നിധ്യം പരിശീലിക്കാം, സംരക്ഷണ പരിശ്രമങ്ങളിൽ പങ്കെടുക്കാം, സുസ്ഥിര ജീവിത രീതികൾ പ്രോത്സാഹിപ്പിക്കാം, വിദ്യാഭ്യാസത്തിൽ പ്രകൃതി അധിഷ്ഠിത പഠനം ഉൾപ്പെടുത്താം, കൂടാതെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്താം. എല്ലാവരും ജനിച്ചു വളരുന്ന ഈ പ്രകൃതി അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നേറാം. നന്ദി. മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്നത് നാം ലോകത്തെ കാണുന്ന കണ്ണാടിയാണ്. അത് നമ്മുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്നു. ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് ആത്മവിശ്വാസം, പ്രത്യാശാവാദം, ജീവിതത്തോടുള്ള സജീവമായ സമീപനം എന്നിവ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, നെഗറ്റീവ് കാഴ്ചപ്പാട് നിരാശാവാദത്തിലേക്കും പ്രതികരണാത്മക മനോഭാവത്തിലേക്കും നയിക്കും. ഔട്ട്ലുക്ക് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. O4 ഓപ്പണസ് തുറന്ന മനസ്സ്, പുതിയ ആശയങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും സ്വാഗതം ചെയ്യുക. U4 അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കൽ, സഹാനുഭൂതിയും വൈകാരിക ബുദ്ധിയും വളർത്തുക. T4 ടാലന്റ് ഡെവലപ്മെന്റ് കഴിവ് വികസനം, വ്യക്തിഗത നൈപുണ്യങ്ങളും കഴിവുകളും പരിപോഷിപ്പിക്കുക. L4 ലേണിംഗ് പഠനം, തുടർച്ചയായ വളർച്ചയ്ക്കും മെച്ചപ്പെടുത്തലിനും പ്രതിജ്ഞാബദ്ധമാവുക. O4 ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ, പുരോഗതിക്കുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും ചെയ്യുക. O4 ഒപ്റ്റിമൈസേഷൻ ശുഭാപ്തി വിശ്വാസം, ലഭ്യമായ വിഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. K4 കിനെറ്റിക് പുരോഗതി, ലക്ഷ്യങ്ങളിലേക്ക് സജീവമായി മുന്നേറുകയും മാറ്റങ്ങളോട് പൊരുത്തപ്പെടുകയും ചെയ്യുക. ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കാം, മനസ്സാന്നിധ്യം വളർത്താം, കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാം, ബന്ധങ്ങൾ വളർത്താം, നമ്മുടെ ആരോഗ്യം പരിപാലിക്കാം, തിരിച്ചടികളിൽ നിന്ന് പഠിക്കാം, ദയയും സ്നേഹവും പ്രകടിപ്പിക്കാം, പിന്തുണ തേടാം. ഈ മനോഭാവവും ശീലങ്ങളും സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ വിജയം നേടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി. ഒരു വ്യക്തിയുടെ ജീവിതകാല സംഭാവനകളുടെയും സ്വാധീനത്തിന്റെയും ആകത്തുകയാണ് ഒരു ഉൽപ്പന്നം, പ്രൊഡക്റ്റ്. ഇതിൽ പ്രൊഫഷണൽ നേട്ടങ്ങൾ, ബൗദ്ധിക സംഭാവനകൾ, വൈകാരിക ബന്ധങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവ ഉൾപ്പെടുന്നു. പ്രൊഡക്റ്റ് എന്ന വാക്കിന്റെ അക്ഷരങ്ങളുടെ താഴെ വിവരിക്കുന്നു. P4 പ്ലാനിംഗ് ക്രമീകൃതമായ ആസൂത്രണങ്ങൾ സൃഷ്ടിക്കൽ. R4 റിസോഴ്സസ് ലഭ്യമായ വിഭവങ്ങളുടെ കൈകാര്യം ചെയ്യൽ. O4 ഓർഗനൈസേഷൻ ക്രമബദ്ധമായ സമീപനങ്ങൾ ഉപയോഗിക്കൽ. D4 ഡെഡിക്കേഷൻ തുടർച്ചയായ പ്രതിബദ്ധത നിലനിർത്തൽ. U4 അണ്ടർസ്റ്റാൻഡിംഗ് ആഴത്തിലുള്ള അറിവ് വികസിപ്പിക്കൽ. C4 ക്രിയേറ്റിവിറ്റി നൂതന ചിന്താരീതി പ്രയോഗിക്കൽ. T4 ടൈം മാനേജ്മെന്റ് സമയം കാര്യക്ഷമമായി വിനിയോഗിക്കൽ. വ്യക്തിഗത ഉൽപാദനക്ഷമതയും സാമൂഹിക സംഭാവനയും വർദ്ധിപ്പിക്കാൻ തുടർച്ചയായ പഠനം. മൈൻഡ്ഫുൾനെസ് അർത്ഥവത്തായ ബന്ധങ്ങൾ, ജോലി ജീവിത സന്തുലനം, കൃത്യമായ വിലയിരുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഭക്തി, കർമ്മ, ജ്ഞാന, രാജ എന്നീ യോഗമാർഗങ്ങളിലൂടെ സൃഷ്ടിപരമായ ബന്ധങ്ങൾ വളർത്തി നിസ്വാർത്ഥത പ്രോത്സാഹിപ്പിച്ച് അറിവ് വർദ്ധിപ്പിച്ച് ബോധം വളർത്തി സമഗ്രമായ ക്ഷേമം പിന്തുണച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നന്ദി. അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് പഠനത്തിനും പ്രശ്നപരിഹാരത്തിനും ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനും അത്യാവശ്യമാണ്. ഇന്നത്തെ വിവരസമൃദ്ധമായ ലോകത്ത് ഫലപ്രദമായ ചോദ്യങ്ങൾ നവീകരണം, വ്യക്തിപരമായ വളർച്ച, സാമൂഹിക പുരോഗതി എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. സംഭാഷണങ്ങളിലായാലും ജോലിയിലായാലും AI സംവേദനങ്ങളിലായാലും ചോദ്യങ്ങളുടെ ഗുണനിലവാരം മനസ്സിലാക്കുന്നതിനെയും ഫലങ്ങളെയും രൂപപ്പെടുത്തുന്നു. ക്വാസ്റ്റ്യൻ എന്ന വാക്കിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. Q4 ക്വസ്റ്റ് ഉദ്ദേശ്യത്തോടെ അറിവ് തേടുക. U4 അൺകവർ കൂടുതൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പര്യവേക്ഷണം ചെയ്യുക. E4 എൻഗേജ് അർത്ഥവത്തായ സംവാദം പ്രോത്സാഹിപ്പിക്കുക. S4 സീക്ക് വ്യക്തതയും മനസ്സിലാക്കലും നേടുക. T4 തിങ്കിങ് വിമർശനാത്മകമായി ചിന്തിക്കുക. I4 ഇന്നോവേറ്റ് സൃഷ്ടിപരമായ ആശയങ്ങൾ ഉത്പാദിപ്പിക്കുക. O4 ഒബ്സർവ് സന്ദർഭത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. N4 നേവിഗേറ്റ് അർത്ഥവത്തായ ഫലങ്ങളിലേക്ക് നയിക്കുക. ചോദ്യം ചോദിക്കുന്ന കഴിവുകൾ മെച്ചപ്പെടുത്തൽ, താൽപ്പര്യങ്ങൾ വളർത്തുകയും തുറന്ന കേന്ദ്രീകൃത ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. മികച്ച തുടർ ചോദ്യങ്ങൾ രൂപപ്പെടുത്താൻ സജീവമായി ശ്രവിക്കുകയും വിശ്വാസം വളർത്താൻ സഹാനുഭൂതി ഉപയോഗിക്കുകയും ചെയ്യുക. ചോദ്യങ്ങളിലെ വ്യക്തതയും സ്ഥിരതയും കണ്ടെത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കും, കൂടാതെ വ്യക്തിപരവും സാമൂഹികവുമായ വികസനത്തിന് ഗുണം ചെയ്യും. നന്ദി. ബഹുമാനം എന്നത് മറ്റൊരു വ്യക്തിയുടെ അന്തസ്സിന്റെയും മൂല്യത്തിന്റെയും അംഗീകാരമാണ്. ഇത് മറ്റുള്ളവരെ അവരുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ മനസ്സിലാക്കുകയും
ആദരിക്കുകയും മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ബഹുമുഖമായ ഒരു സങ്കല്പമാണ്. ആരോഗ്യകരമായ ബന്ധങ്ങളുടെ അടിത്തറയാണ് ബഹുമാനം. അത് കൂട്ടായ്മയുടെയും സമൂഹത്തിന്റെയും ഒരു ബോധം വളർത്തിയെടുക്കുന്നു. റെസ്പെക്റ്റ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ആർ ഫോർ റെക്കഗ്നൈസ്, അംഗീകരിക്കുക, മറ്റുള്ളവരുടെ നിലനിൽപ്പും വ്യക്തിത്വവും അംഗീകരിക്കുക. ഇ ഫോർ എംപതൈസ്, സഹാനുഭൂതി, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും പങ്കിടുകയും ചെയ്യുക. എസ് ഫോർ സപ്പോർട്ട്, പിന്തുണ, ആവശ്യമുള്ളവർക്ക് സഹായവും പ്രോത്സാഹനവും നൽകുക. പി ഫോർ പേഷ്യൻസ്, ക്ഷമ, ദേഷ്യപ്പെടാതെയോ നിരാശപ്പെടാതെയോ കാലതാമസങ്ങളും പ്രയാസങ്ങളും സഹിക്കുക. ഇ ഫോർ ഈക്വാലിറ്റി, തുല്യത, എല്ലാവരോടും നീതിയോടും നിഷ്പക്ഷതയോടും കൂടി പെരുമാറുക. സി ഫോർ കമ്പാഷൻ, കരുണ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളോട് ദയയും കരുതലും കാണിക്കുക. ടി ഫോർ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധവും ആത്മാർത്ഥവുമായിരിക്കുക. ബഹുമാനം വളർത്തിയെടുക്കാൻ നാം സ്വയം ബഹുമാനത്തിൽ നിന്ന് തുടങ്ങണം. നമ്മളിൽ തന്നെ മൂല്യം കൽപ്പിക്കുന്നതിലൂടെ നമുക്ക് അതേ ബഹുമാനം മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയും. സജീവമായി ശ്രവിക്കുന്നതും സഹാനുഭൂതിയും ബോധപൂർവമായ ആശയവിനിമയവും ബഹുമാനപൂർണമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള അത്യാവശ്യ ഉപകരണങ്ങളാണ്. ഈ തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ സുസംഘടിതവും ബഹുമാനപൂർണവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. നന്ദി. സുരക്ഷ എന്നത് ശാരീരിക, മാനസിക, സാമ്പത്തിക, സാമൂഹിക ക്ഷേമം ഉൾപ്പെടുന്ന ഹാനികരമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണാവസ്ഥയാണ്. ഇത് അപകടം ഒഴിവാക്കുന്നതിനപ്പുറം സുരക്ഷ, വിശ്വാസം, ചെറുത്തുനിൽപ്പ് എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള സജീവ നടപടികൾ ഉൾപ്പെടുന്നു. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വളരാൻ സുരക്ഷിതമായ പരിസ്ഥിതി അത്യാവശ്യമാണ്. സേഫ്റ്റി അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. എസ് ഫോർ സെക്യൂർ, സുരക്ഷിതം, ജീവിതത്തിന്റെ ശാരീരിക, വൈകാരിക, സാമ്പത്തിക വശങ്ങൾ സംരക്ഷിക്കുക. എ ഫോർ അവയർനെസ്, അവബോധം, അപകടസാധ്യതകളെക്കുറിച്ച് ജാഗരൂകരും വിവരമുള്ളവരുമായിരിക്കുക. എഫ് ഫോർ ഫോളോ, പിന്തുടരുക, സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും മികച്ച രീതികളും പാലിക്കുക. ഇ ഫോർ എഡ്യൂക്കേറ്റ്, വിദ്യാഭ്യാസം, സുരക്ഷാ അവബോധം പ്രോത്സാഹിപ്പിക്കാൻ അറിവ് പകരുക. ടി ഫോർ ട്രസ്റ്റ്, വിശ്വാസം, വിശ്വസനീയമായ സംവിധാനങ്ങളും ശക്തമായ ബന്ധങ്ങളും കെട്ടിപ്പടുക്കുക. വൈ ഫോർ ഇൽഡ്, വഴങ്ങുക, സംഘർഷം ഒഴിവാക്കാൻ നമ്യത, ക്ഷമ എന്നിവ സ്വീകരിക്കുക. സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് അവബോധം, തുടർച്ചയായ വിദ്യാഭ്യാസം, സുതാര്യമായ ആശയവിനിമയം, വിവിധ മേഖലകളിൽ നയങ്ങൾ നടപ്പിലാക്കൽ എന്നിവ അത്യാവശ്യമാണ്. ഇത് കൂടുതൽ സുരക്ഷിതവും ചെറുത്തുനിൽപ്പുശേഷിയുള്ളതുമായ ഒരു സമൂഹത്തിലേക്ക് നയിക്കും. നന്ദി. കഴിവ് എന്നത് ഒരു വ്യക്തിയുടെ പ്രതിഭാവൈശിഷ്ട്യം, സാധ്യതകളെ പ്രതിനിധീകരിക്കുന്നു. നൈപുണ്യങ്ങൾ, സൃഷ്ടിപരത, കഴിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. പരിശീലനം, സ്വയം അവബോധം, തുടർച്ചയായ പഠനം എന്നിവയിലൂടെ ഒരാളുടെ ശക്തികൾ തിരിച്ചറിയുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കഴിവ് വ്യക്തിപരമായ വളർച്ചയെ നയിക്കുകയും സമൂഹത്തിന് അനുകൂലമായി സംഭാവന ചെയ്യുകയും ചെയ്യുന്നു. ടാലന്റ് അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. ടി ഫോർ ട്രെയിനിങ്, പരിശീലനം, സ്ഥിരമായ പരിശീലനത്തിലൂടെ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുക. എ ഫോർ അവയർനെസ്, അവബോധം, ഒരാളുടെ ശക്തികളും ദൗർബല്യങ്ങളും മനസ്സിലാക്കുക. എൽ ഫോർ ലീഡർഷിപ്പ്, നേതൃത്വം, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുക. ഇ ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, തുടർച്ചയായി അറിവ് നേടുക. എൻ ഫോർ നെറ്റ്വർക്കിംഗ്, സാമൂഹ്യ ശൃംഖല, പിന്തുണയ്ക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കുക. ടി ഫോർ ടെക്നോളജി, സാങ്കേതികവിദ്യ, കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുക. കഴിവുകൾ മെച്ചപ്പെടുത്താൻ തുടർച്ചയായ പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്വയം അവബോധം വളർത്തുക, നേതൃത്വ അവസരങ്ങൾ സ്വീകരിക്കുക, വിദ്യാഭ്യാസം നേടുക, പിന്തുണയ്ക്കുന്ന നെറ്റ്വർക്ക് സൃഷ്ടിക്കുക, സാങ്കേതികവിദ്യ ഉപയോഗിക്കുക. ഈ പരിശീലനങ്ങൾ വ്യക്തികൾക്ക് അവരുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹിക പുരോഗതിക്കും അർത്ഥവത്തായി സംഭാവന ചെയ്യാനും സഹായിക്കുന്നു. നന്ദി. അപ്ഗ്രേഡ് എന്നത് വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്കുള്ള ഒരു ചട്ടക്കൂടാണ്. സ്വയം ബോധം, ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങൾ, നിരന്തരമായ പുരോഗതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് മാനസിക, ശാരീരിക, വൈകാരിക ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സമൂഹത്തിൽ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നു. അപ്ഗ്രേഡിന്റെ ചട്ടക്കൂട്. യു ഫോർ അണ്ടർസ്റ്റാൻഡ്, നിലവിലെ അവസ്ഥ, ശക്തികൾ, പരിമിതികൾ എന്നിവ വിലയിരുത്തുക. പി ഫോർ പ്ലാൻ, ആഗ്രഹങ്ങളുമായി ചേർന്ന വ്യക്തവും പ്രായോഗികവുമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. ജി ഫോർ ഗ്രോ, സുഖസൗകര്യ മേഖലയിൽ നിന്ന് പുറത്തുവന്ന് വെല്ലുവിളികളെ സ്വീകരിക്കുക. ആർ ഫോർ റിഫ്ലക്റ്റ്, പുരോഗതി വിലയിരുത്തി ധാരണകൾ നേടുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. എ ഫോർ അഡാപ്റ്റ്, മാറ്റങ്ങളോട് പ്രതിരോധശേഷിയോടെയും പോസിറ്റീവ് ഭാവനയോടെയും പൊരുത്തപ്പെടുക. ഡി ഫോർ ഡെവലപ്പ്, വ്യക്തിപരവും സാമൂഹികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തുന്ന കഴിവുകളും പതിവുകളും വളർത്തിയെടുക്കുക.
E4 ഇവാലുവേറ്റ് നേട്ടങ്ങൾ വിലയിരുത്തി തന്ത്രങ്ങൾ തികച്ചും വികസിപ്പിക്കുകയും വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുക. സ്വയം ബോധത്തോടെ ആരംഭിച്ച് മികച്ച ആരോഗ്യത്തിനും പതിവുകൾക്കുമായി ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. പഠനത്തിലൂടും വെല്ലുവിളികളിലൂടും വളർച്ചയെ സ്വീകരിക്കുക. പുരോഗതിയിൽ പ്രതിഫലിക്കുക. പ്രതിരോധശേഷിയോടെ പൊരുത്തപ്പെടുക. ആശയവിനിമയം, സഹാനുഭൂതി തുടങ്ങിയ പ്രധാന കഴിവുകൾ വികസിപ്പിക്കുക. നിരന്തരമായ വ്യക്തിപരവും സാമൂഹികവുമായ പുരോഗതി ഉറപ്പാക്കുന്നതിന് പരിശ്രമങ്ങൾ പതിവായി വിലയിരുത്തുക. നന്ദി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ആധുനിക ജീവിതത്തെ പരിവർത്തനം ചെയ്തിരിക്കുന്നു. ആശയവിനിമയം, സഹകരണം, നവീകരണം എന്നിവയ്ക്കായി വെർച്വൽ പ്ലാറ്റ്ഫോമുകൾ നൽകുന്നു. ഈ ഉപകരണങ്ങൾ പഠനം, ജോലി, ബന്ധം എന്നിവ മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ അമിത ഉപയോഗം, തെറ്റായ വിവരങ്ങൾ എന്നിവ പോലുള്ള വെല്ലുവിളികളും അവ കൊണ്ടുവരുന്നു. അവയുടെ ഉപയോഗത്തിന് ചിന്താപൂർവമായ സമീപനം ആവശ്യമാണ്. വെർച്വൽ ഫ്രെയിംവർക്ക് ഫലപ്രദമായ ഡിജിറ്റൽ ഏർപ്പെടലിന് മാർഗനിർദ്ദേശം നൽകുന്നു. V4 വിഷൻ, കാഴ്ചപ്പാട്, ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ അർത്ഥവത്തായ ലക്ഷ്യങ്ങളുമായി ഒരുമിപ്പിക്കുക. I4 ഇൻസൈറ്റ്, അന്തർദൃഷ്ടി, വിവരങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്താൻ ഡിജിറ്റൽ സാക്ഷരത വളർത്തുക. R4 റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, സാങ്കേതികവിദ്യയുടെ ഗുണങ്ങളും അപകടസാധ്യതകളും സന്തുലനം ചെയ്യുക. T4 ടെക്നോളജി, സാങ്കേതികവിദ്യ, ഉൽപാദനക്ഷമതയ്ക്കും സഹകരണത്തിനുമായി ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക. U4 അണ്ടർസ്റ്റാൻഡിംഗ്, മനസ്സിലാക്കൽ, സഹാനുഭൂതിയും ശരിയായ ഓൺലൈൻ പെരുമാറ്റവും പരിശീലിക്കുക. A4 അഡാപ്റ്റബിലിറ്റി, അനുകൂലക്ഷമത, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ പ്രവണതകളുമായി യോജിപ്പിച്ച് നിലനിൽക്കുക. L4 ലിമിറ്റേഷൻ, പരിധി, ജീവിത സന്തുലനത്തിനായി ആരോഗ്യകരമായ അതിർത്തികൾ സ്ഥാപിക്കുക. നമ്മുടെ വെർച്വൽ ഭാവി മെച്ചപ്പെടുത്താൻ നാം ഡിജിറ്റൽ വിദ്യാഭ്യാസം, ധാർമ്മിക നവീകരണം, സന്തുലിതമായ ഉപയോഗം, അനുകൂലമായ ഓൺലൈൻ സംവേദനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ സമീപനം എല്ലാവർക്കും ഫലപ്രദവും സുസ്ഥിരവുമായ ഡിജിറ്റൽ സാഹചര്യം ഉറപ്പാക്കുന്നു. നന്ദി. ധ്യാനം ജീവിതത്തിന്റെ സങ്കീർണതകളെ തിരിച്ചറിയുന്നത് അറിവ്, അനുഭവം, വിവേചനം എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ടാണ്. ഇത് ബുദ്ധിമതയെ കവിഞ്ഞ് ആത്മസ്വബോധം, സഹാനുഭൂതി, നിലവാരമുള്ള ചിന്തകൾ വികസിപ്പിക്കുന്നതിലൂടെ പുറത്തുവരുന്നു. വിസ്ഡം അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. W4 വണ്ടർ, ഫലപ്രദമാക്കുക, അറിവിന്റെ വളർച്ചയ്ക്കുള്ള ജിജ്ഞാസ വളർത്തുക. I4 ഇൻസൈറ്റ്, ദീർഘദൃഷ്ടി, ആത്മസ്വബോധവും ജീവിതത്തിന്റെ അഗാധമായ മനസ്സിലാക്കലും വികസിപ്പിക്കുക. S4 സെൻസിറ്റിവിറ്റി, സംവേദനക്ഷമത, മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും പ്രവൃത്തികൾക്കും കരുതൽ, മനസ്സിലാക്കൽ. D4 ഡിസർമെന്റ്, കാര്യബോധം, സൂക്ഷ്മമായ മൂല്യനിർണ്ണയത്തിലൂടെ വിചാരപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുക. O4 ഓപ്റ്റിമിസം, ശുഭപ്രതീക്ഷ, വെല്ലുവിളികൾക്കിടയിൽ പ്രത്യാശയും പൊറുതിയും നിലനിർത്തുക. M4 മൈൻഡ്ഫുൾനെസ്, പരിപൂർണ ശ്രദ്ധ, വിചാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ശ്രദ്ധ ഉണ്ടാകുകയും ഉദ്ദേശപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുക. ധ്യാനം വളർത്തുവാൻ നിരന്തര വിദ്യാഭ്യാസം, മൈൻഡ്ഫുൾനെസ്, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കൽ, സഹാനുഭൂതി വളർത്തൽ, സർവ്വസന്ദർഭത്തിലും ഉൾക്കൊള്ളൽ, നൈതിക മൂല്യങ്ങൾ, ന്യായമായ തീരുമാനങ്ങൾ എന്നിവയെ യോജിപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നന്ദി. എക്സ് ഫാക്ടർ എന്നത് വ്യക്തികളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന പ്രത്യേകതകളെക്കുറിച്ചുള്ള ഒരു ആശയമാണ്. അതിൽ വ്യക്തികളുടെ അപൂർവ കഴിവുകൾ, ആത്മാർത്ഥത, ആകർഷണം, സൃഷ്ടിപരമായ ശേഷി, പ്രതികൂലതകൾ കൈകാര്യം ചെയ്യുന്ന കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നു. എക്സ് ഫാക്ടർ വളർച്ച, സ്വയം പ്രകടനം, ആന്തരിക ശക്തികൾ എന്നിവയെ മുൻനിർത്തി സന്തുഷ്ടമായ ജീവിതം നയിക്കാനുള്ള മാർഗദർശനമാണ് എക്സ് ഫാക്ടർ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. X4 എക്സെപ്ഷനാലിറ്റി, അപൂർവത, നിങ്ങൾക്കുള്ള അന്യമായ കഴിവുകളെ മനസ്സിലാക്കുക. F4 ഫോക്കസ്, ധ്യാനം, നിങ്ങളുടെ ശക്തികൾക്കും ആസക്തികൾക്കുമേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. A4 ഓതന്റിസിറ്റി, ആത്മാർത്ഥത, സ്വന്തം മൂല്യങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമൊപ്പം ജീവിക്കുക. C4 കറിസ്മ, ആകർഷണം, നല്ല ബന്ധങ്ങൾ നിർമ്മിക്കുക. D4 ടാലന്റ്, കഴിവുകൾ, നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. O4 ഒറിജിനാലിറ്റി, സൃഷ്ടിപരമായതും സ്വതന്ത്രമായ ചിന്തകൾ, നൂതനത്വത്തെയും സ്വതന്ത്ര ചിന്തകളെയും ആദരിക്കുക. R4 റെസിലിയൻസ്, പ്രതിരോധശേഷി, മാനസിക ശക്തിയും അനുയോജ്യതയും വളർത്തുക. നമ്മുടെ എക്സ് ഫാക്ടർ മെച്ചപ്പെടുത്തുന്നതിന് സ്വയം പരിശോധന നടത്തുകയും യോഗ, മൈൻഡ്ഫുൾനെസ് പരിശീലനങ്ങളിൽ ഏർപ്പെടുകയും മുതിർന്നവരിൽ നിന്നും വിദഗ്ധരിൽ നിന്നും പ്രതികരണങ്ങൾ നേടുകയും വേണം. നന്ദി. ജീവിതത്തിലെ ഈ സമ്പത്ത് എന്നത് നമ്മുടെ പ്രയത്നങ്ങൾ, നിക്ഷേപങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രതിഫലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതിൽ വളർച്ച, നിക്ഷേപം, മാറ്റം, വിട്ടുകൊടുക്കൽ, വികസനം എന്നിവ ഉൾപ്പെടുന്നു. വിളവെടുപ്പ്, അറിവുള്ള തീരുമാനങ്ങൾ എടുക്കൽ, വളർച്ചാ മനോഭാവം വളർത്തൽ, മാറ്റം സ്വീകരിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ഈൽഡിന്റെ ചട്ടക്കൂട്, Y4 എർൺ, തീവ്രഭിലാഷം, വളർച്ചയ്ക്കും മെച്ചപ്പെടുത്തലിനും വേണ്ടി പരിശ്രമിക്കുക. I4 ഇൻവെസ്റ്റ്, നിക്ഷേപം, സമയം, വിഭവങ്ങൾ, പ്രയത്നം എന്നിവ ബുദ്ധിപൂർവം വിനിയോഗിക്കുക.
E4 എംബ്രേസ് സ്വീകരിക്കൽ, മാറ്റം സ്വീകരിക്കുകയും ആവശ്യമുള്ളപ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുക. L4 ലെർൺ പഠനം, തുടർച്ചയായി അറിവ് നേടുകയും അനുയോജ്യമാക്കുകയും ചെയ്യുക. D4 ഡെവലപ്പ് വികസനം, കഴിവുകൾ വർദ്ധിപ്പിക്കുകയും വ്യക്തിപരമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വരുമാനം മെച്ചപ്പെടുത്താൻ, ഉയർന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിലും ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുന്നതിലും മാറ്റം സ്വീകരിക്കുന്നതിലും പഠിക്കുന്നതിലും കഴിവുകൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ തത്വങ്ങൾ പ്രയോഗിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്തായതും ഫലപ്രദവുമായ ഫലങ്ങളിലേക്ക് നയിക്കും. വരുമാനം ഒരു പൈപ്പിലൂടെ വെള്ളം വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കണം. നന്ദി. ജീവിതത്തിന്റെ തീക്ഷ്ണത എന്നത് ഒരു ശക്തമായ പ്രചോദനമാണ്. ഇത് ഉന്മേഷം, അർപ്പണബോധം, അറിവ്, സന്തോഷം, പ്രവൃത്തി എന്നിവയുടെ സംയോജനമാണ്. വ്യക്തിപരവും പ്രൊഫഷണലുമായ വിജയത്തിന് ഇത് അത്യാവശ്യമാണ്. സാധാരണ പ്രവർത്തനങ്ങളെ അസാധാരണ നേട്ടങ്ങളാക്കി മാറ്റുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. സീൽ എന്ന വാക്കിലെ അക്ഷരങ്ങളിലൂടെ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. സെറ്റ് ഫോർ സെസ്റ്റ് ഉന്മേഷം, ദൈനംദിന പ്രവർത്തനങ്ങളെയും ദീർഘകാല ലക്ഷ്യങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ശക്തി. E4 ഇന്തൂസിയാസമം ഉത്സാഹം, തീക്ഷ്ണമായ താൽപര്യവും പോസിറ്റീവ് മനോഭാവവും. A4 അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം, ഉദ്ദേശ്യങ്ങളെ പ്രായോഗിക ഫലങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം. L4 ലീഡർഷിപ്പ് നേതൃത്വം, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും പദ്ധതികളെ വിജയകരമായ ഫലങ്ങളിലേക്ക് നയിക്കാനുള്ള കഴിവ്. തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നതിന് യഥാർത്ഥ താൽപ്പര്യങ്ങൾ കണ്ടെത്തുക, കൃതജ്ഞത അഭ്യസിക്കുക, അറിവ് തേടുക, വിജയങ്ങൾ പങ്കിടുക, അവനവന്റെ ജീവൻ സുരക്ഷിതമാക്കി പ്രവർത്തനങ്ങൾ സന്തുലിതമാക്കുക, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നിവ ചെയ്യാം. ഈ സമീപനം ആവേശം നിലനിർത്താനും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ദീർഘകാല പോസിറ്റീവ് സ്വാധീനം സൃഷ്ടിക്കാനും സഹായിക്കുന്നു. നന്ദി. ഭക്തിയോഗം സ്നേഹം, സഹനം, ബഹുമാനം, ദയ, സത്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാർവത്രിക പാതയാണ്. ഇത് സ്വാർത്ഥമില്ലാത്ത സേവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രകൃതിയുമായുള്ള ബന്ധം, ഉന്നത ചൈതന്യത്തോടുള്ള ഭയഭക്തി, സൃഷ്ടിയുടെ എല്ലാ രൂപങ്ങളോടും ആരാധന എന്നിവയെ ഭക്തിയോഗം ഊന്നിപ്പറയുന്നു. ഭക്തി അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. B4 ബോർഡിംഗ് ബന്ധം, മറ്റുള്ളവരുമായും പ്രകൃതിയുമായും ആഴത്തിലുള്ള ബന്ധം വളർത്തുക. H4 ഹാർമണി സ്വരച്ചേർച്ച, പ്രകൃതിയുമായും സർവോപരി ചൈതന്യത്തോടും ഐക്യപ്പെട്ട് ജീവിക്കുക. O4 അഡോറേഷൻ ആരാധന, സൃഷ്ടിയുടെ എല്ലാ രൂപങ്ങളോടും അനിയന്ത്രിതമായ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുക. K4 കൈൻഡ്നസ് കരുണ, എല്ലാ ജീവജാലങ്ങളോടും കരുണയും സഹാനുഭൂതിയുമായി പ്രവർത്തിക്കുക. T4 ടോളറൻസ് സഹിഷ്ണുത, ജീവിതത്തിന്റെ വെല്ലുവിളികളിൽ സഹനവും ധാരണയും സ്വീകരിക്കുക. I4 ഇന്റഗ്രിറ്റി ധർമ്മനീതി, എല്ലാ പ്രവൃത്തികളിലും സത്യവും നൈതിക തത്വങ്ങളും പാലിക്കുക. ഭക്തിയോഗ പരിശീലിക്കുന്നതിന് വ്യക്തികൾ പ്രകൃതിയുമായി ബന്ധം. കർമ്മയോഗം നിസ്വാർത്ഥ പ്രവൃത്തിയുടെ മാർഗമാണ്. വ്യക്തിഗത പ്രതിഫലങ്ങളോട് കൂടുതൽ സ്വാധീനം കൊടുക്കാതെ കടമ പാലിക്കുന്നതിന് ഊന്നൽ നൽകുന്നു. കരുണയിലും സാവധാനത്തിലും അടിവേരുകൾ ഉറപ്പിച്ചുകൊണ്ട് നിത്യവും നടക്കുന്ന പ്രവൃത്തികളെ പതിവാക്കി മാറ്റുകയും വ്യക്തിഗത വളർച്ചയ്ക്ക്, സഹവർത്തിത്വത്തിനും പ്രപഞ്ചക്ഷേമത്തിനും വഴിയൊരുക്കുകയും ചെയ്യുന്നു. എല്ലാം ഊർജ്ജമാണ്. അത് പ്രവർത്തനങ്ങളിലൂടെ തന്ത്രപരമായി ഒരു ഉറവിടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ലക്ഷ്യത്തോടെയും കൃത്യതയോടെയും ഒഴുകുന്നു. കർമ്മ അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. K4 കൈൻഡ്നസ് കരുണ, സഹാനുഭൂതിയോടും ദാനശീലതയോടും കൂടി ഓരോ പ്രവർത്തനത്തിലും മാർഗം കാണുക. A4 അവെയർനെസ് ജാഗ്രത, പരിപൂർണ ലക്ഷ്യബോധത്തോടും വ്യക്തമായ ഉദ്ദേശ്യത്തോടും കൂടെ പ്രവർത്തിക്കുക. R4 റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം, നമ്മുടെ പ്രവൃത്തികളുടെയും അവയുടെ പ്രഭാവത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. M4 മീനിങ് അർത്ഥം, ഓരോ പ്രവർത്തനത്തിലും ഉദ്ദേശ്യവും മൂല്യവും പകർന്നുവിടുക. O4 ആൽറ്റൂസിം പരോപകാരം, വ്യക്തിഗത നേട്ടത്തിനു മുൻപ് മറ്റുള്ളവരുടെ ക്ഷേമത്തെ മുൻനിർത്തുക. കർമ്മം മെച്ചപ്പെടുത്തുന്നതിന് കരുണ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കുക. കൂടാതെ സാമൂഹ്യ സേവനത്തിൽ മുഴുകുക, സ്വമേധയാ ക്ഷമിക്കുക, കൃതജ്ഞതയും ഉയർന്ന മൂല്യങ്ങളുമായി ചേർത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യക്തിഗത സാമൂഹ്യ ഐക്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യുക. എന്താണ് ചെയ്യുന്നത് അതേ തിരിച്ചു കിട്ടൂ. നന്ദി. രാജയോഗം ആന്തരിക അനുശാസനയിലൂടെയും സ്വയം അവബോധത്തിലൂടെയും വ്യക്തിഗത പരിവർത്തനം സാധ്യമാക്കുന്ന സമഗ്ര യോഗ പ്രാക്ടീസാണ്. മനസ്സ്, ശരീരം, മനോഭാവങ്ങൾ നിയന്ത്രിക്കുന്നതിലൂടെ മനോവികാരങ്ങളുടെ സമനിലവും സമഗ്ര വളർച്ചയും ഏറ്റവും അർത്ഥവത്തായ ജീവിതവും സാധ്യമാകുന്നു. രാജായി അതിന്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. R4 റിഫ്ലക്ഷൻസ് പ്രതിഫലനം, സ്വയം അന്വേഷണവും ആത്മപരിശോധനയും. A4 അവെയർനെസ് അവബോധം, മനോനില അറിവും നിലവിലുള്ള നിമിഷത്തിന്റെ ശ്രദ്ധയും. J4 ജേണി യാത്ര, വളർച്ചയുടെയും പരിവർത്തനത്തിന്റെയും നിരന്തര വഴികൾ മനസ്സിലാക്കുക. A4 ആക്ഷൻ
പ്രവർത്തനം, മൂല്യങ്ങൾക്കും ആകാംക്ഷകൾക്കും അനുസൃതമായ ഉദ്ദേശപൂർവമായ പ്രവർത്തനങ്ങൾ. രാജയോഗ പ്രാക്ടീസ് മെച്ചപ്പെടുത്തുന്നതിന് ദിനംപ്രതി യോഗ അഭ്യാസിക്കുക. മനസ്സിനെ ശാന്തമാക്കുന്നതിന് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാണായാമം അഭ്യസിക്കുക. ഊർജ്ജ പ്രവാഹം നിയന്ത്രിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ആസനങ്ങൾ അഭ്യസിക്കുക. ഏകാഗ്രത വർദ്ധിപ്പിച്ച് ധ്യാനത്തിനായി ശരീരത്തെ തയ്യാറാക്കുക. സ്വന്തം വിചാരങ്ങളെയും മനോഭാവങ്ങളെയും മനസ്സിലാക്കുവാൻ നിരന്തരം നിരീക്ഷണം നടത്തുക. ദൃഢപ്രതിജ്ഞാ മനോഭാവം വളർത്തുന്നതിന് കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുക. നന്ദി.